നമുക്ക് ഇന്ന് ചക്കയുടെ ഉണ്ടാക്കാം കേട്ടോ. ചക്കയുടെ ഒക്കെയുള്ള ഇത് പൊടി ഒരു പാത്രം പൊടി എടുത്തു ഞാൻ മുമ്പ് ലേശിട്ടുണ്ടായി. അപ്പോൾ ചക്ക കുഴച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പൊടി ചേർക്കാം. ഒരു പാത്രത്തിനടുത്ത് കഷ്ടി എടുത്തിട്ടുണ്ട്. ഇത് ചക്ക ഞാൻ വരട്ടി, ചക്കയുടെ സീസണിൽ ഞാൻ വരട്ടി നെയ്യൊക്കെ പുരട്ടി വെച്ചേർന്നതാണ്. അപ്പോൾ ഈ ചക്കേനെ നമുക്ക് ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചേർന്ന ചക്ക നന്നായിട്ട് വരട്ടിയൊക്കെ ഇത് വരട്ടി ഒരു ലേശം ഇതായി നന്നായിട്ട്. എന്നാലും ഇതേപോലെ നന്നായിട്ട് ശർക്കര വെളുത്ത ശർക്കരയായിരുന്നു. അത് കാരണമാണ് കളറ് ശരിക്കും കറുത്ത കളറ് കിട്ടാത്ത. അത് നമുക്ക് കോരി പൊടിയിലേക്ക് ഇടാം. ചക്കയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. നല്ല അടയിൽ കടിക്കാൻ കിട്ടുന്നത് നല്ലത്. കാരണം ചക്ക ശരിക്കും അങ്ങോട്ട് ഉടച്ചില്ല വെന്ത്. ഏലക്കായും ജീരകവും ഇതെല്ലാം ചേർത്ത് വരട്ടി വെച്ചതാണ്. ചക്ക ഇതിൽ കൂടുതലുണ്ടായിരുന്നു വരട്ടിയത്. ഇത് ഞാൻ 2 ചെറിയ പാത്രങ്ങളുണ്ടായത് അത് മോൾക്ക് കൊടുത്തയച്ചു. ഇനി ഇതിലേക്ക് ഒരു മുറി നാളികേരം അരിഞ്ഞെടുത്തതാണിത്. ഇതേപോലെ അരിഞ്ഞെടുത്തതാണ്. നമുക്ക് കൂട്ടി കുഴയ്ക്കാം. തണുവുണ്ട്, നല്ല തണുവുണ്ട്. ഫ്രിഡ്ജിലിരുന്നായിരുന്നാണല്ലോ. അപ്പോൾ പാനിട്ടോ നമുക്കിത് കുഴച്ച് ഇതാക്കി യോജിപ്പിച്ചെടുക്കാം. പൊടിയും ചക്കയും നാളികേരം എല്ലാം കൂടിയിട്ട്. ഇത് നൈസ് പൊടിയാണ് കേട്ടോ. വാങ്ങിച്ചതാണ്, റൈസ് മില്ലിൽ നിന്ന് വാങ്ങിച്ചാണ്. നൈസ് പൊടി വറുത്തത് ആണ് എടുത്തിട്ടുള്ളത്, പച്ചപ്പൊടിയല്ല. പിന്നെ നാളികേരക്കൊത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചക്കയുടെ ഒപ്പം നാളികേരക്കൊത്തും ഓരോ കഷ്ണം കടിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഒന്ന് ഇതാക്കി നോക്കാം. കുഴച്ച് പൊടിയും നാളികേരവും കൂടി ചക്ക എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വെച്ചു. ഇത് മധുരം അല്പം കുറവായിരുന്നു വെച്ചാൽ വരട്ടിയ സമയത്ത് ശർക്കര കുറവായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു 4 കഷ്ണം വെല്ലം അതും കൂടി ഉരുക്കി ഒഴിച്ച് ആണ് കുഴച്ചേക്കണത്. അല്ലെങ്കിൽ മധുരം വെന്ത് വരുമ്പോൾ മധുരത്തിൽ ഇത്തിരി കുറയും. അപ്പോൾ ഇതിനെ നമുക്കിനി ഇലയിലേക്ക് പരത്താം. ഞാൻ പ്ലാവലയാണ് എടുത്തേക്കണത്. പണ്ടൊക്കെ എന്ന് പറയണത് ചക്കയുടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഇല ഇത് നമ്മുടെ കറുകപ്പട്ടയുടെ ഇടണി ഇല എന്നൊക്കെ പറയും തെക്കോട്ട്. കറുകപ്പട്ടയുടെ ഇലയാണ് ഇത്. വേണ്ടത് ഉണ്ടായിരുന്നു പറമ്പിൽ മരം. അത് ജാതികളുടെ ഇടയിലും ഇതൊക്കെ ആയപ്പോൾ ജാതികൾക്ക് തടസ്സമായപ്പോൾ അതൊക്കെ വെട്ടി കളഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊരു 4 ഇല ഇപ്പോൾ 2 തൈ പൊടിച്ച് വന്നിട്ടുണ്ട്. അതിലൊക്കെ പുഴുവരിച്ച് പോവായില. അപ്പോൾ ഒരു 4 ഇല എനിക്ക് കിട്ടിയതാണ്. അതിലേക്ക് 4എണ്ണത്തിലേക്കുള്ളത് എടുക്കാം. അതിപ്പോൾ ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് ഇതാക്കുകയും ചെയ്യാം, അല്ലാണ്ട് വെറുതെ പരത്തുകയും ചെയ്യാം. കുമ്പിളാക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് എന്ന് വെച്ചാൽ കട്ടി കൂടും. അപ്പോൾ നമുക്ക് അതിനേലും നല്ലത് കട്ടി കുറച്ച് നൈസായിട്ട് പരത്തി ഇതാക്കിയിട്ട് വേവിക്കണം. അപ്പോൾ ഈ ഇല എന്ന് പറഞ്ഞാൽ നല്ല മണവും ഇതൊക്കെ കിട്ടും. കറുകപ്പട്ടയുടെ ഇലയാണല്ലോ, നല്ല മണമാണ്. ഇതിങ്ങനെ ആവി കയറി വരുമ്പോൾ നല്ല മണം കിട്ടും. അപ്പോൾ ഇത് കിട്ടാതില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പ്ലാവലയാണ് ഇപ്പോൾ കുറേ ആയിട്ട് പ്ലാവലയാണ് എടുക്കണത്. ഇതിങ്ങനെ നമുക്ക് മടക്കി ഇതാക്കിയെടുക്കാം. അങ്ങനെ പ്ലാവലയിലായാലും ഇതേപോലെ ഇതാക്കിയിട്ട് നമുക്ക് കുറച്ച് കനം കുറച്ച് പ്ലാവലയായാലൊക്കെ ചിലർ കുമ്പിൾ പോലെ ഇതാക്കിയിട്ട് കുമ്പിൾ കുത്തിയിട്ട് ഇതാക്കും. പക്ഷെ അതങ്ങനെ ഭയങ്കര കട്ടിയിൽ ഇതാവുമ്പോൾ എനിക്കത്ര ഇഷ്ടമില്ല. അത് ടേസ്റ്റ് കുറവാണ്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും
ഇത്രയ്ക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് വരിക, കനം കുറച്ച് ഇതാക്കുമ്പോൾ. ഇതിങ്ങനെ നമുക്ക് എല്ലാവരും ഇതേപോലെ ആക്കി വയ്ക്കുക. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിക്കുക. ഇപ്പം നമ്മൾ ഇലയിൽ ഇതേപോലെ പരത്തി ഇല മടക്കി ഇതാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെക്കുകയാണ്. ഇതിങ്ങനെ കുത്തി കുത്തി വെച്ചാലാണ് ആവി ശരിക്കും ഇട ഇങ്ങനെ കയറുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ അടുക്കി വെക്കുമ്പോൾ ശരിക്കും ഇലയുടെ 2 ഭാഗവും വെന്ത് കിട്ടില്ല, ആവി മുകളിലേക്ക് കയറാനൊക്കെ തടസ്സമാവും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഇതിന് ശരിക്കും ഇടകളുണ്ടാവും. അപ്പോൾ ആവി കയറി ശരിക്കും ഒപ്പം വെന്തോളും. നമ്മൾ വാഴയിലയിലൊക്കെ ഉണ്ടാക്കണവരുണ്ട്. വാഴയിലയിലാവുമ്പോൾ അത് ഇങ്ങനെ അടുക്കി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരേ വശം വേവാനൊക്കെ താമസമായിട്ട് വരും. ഇത് ചക്കയുടെ സീസണിൽ ചക്കക്ക് വറ്റി വയ്ക്കാം. ഇതിങ്ങനെ പറക്കി വെച്ച് നമുക്ക് വേവിക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വയ്ക്കാം. കയ്യിൽ ആവി മുകളിലേക്ക് കയറിയാൽ പിന്നെ എനിക്ക് പറക്കി വയ്ക്കാൻ കയ്യിൽ ആവി അടിക്കും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ശരിക്ക് തിളച്ച ആവി മുകളിലേക്ക് വരുന്നതിന് മുമ്പ് പറക്കി വയ്ക്കണം. തിളച്ചൊടുങ്ങി വെള്ളം. ചക്കയുടെ വെന്തു. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഡ്ഡലി ചെമ്പിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വിയർപ്പ് വീഴും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് തണുക്കുമ്പോഴാണ് നന്നായിട്ട് ഉറക്കുകയൊക്കെ ചെയ്യാതെ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇതായി നോക്കുക. അത് അവിടെ വെച്ചിട്ട് നോക്കാം. ഇലയിൽ ചക്കയുടെ ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്ത് കൊണ്ടുവന്നു. ഇതിനെ നമുക്ക് 4 ഇല പൊളിച്ച് ഇതാക്കി വയ്ക്കാം പ്ലേറ്റ്. ഇപ്പം നല്ല ചൂടുണ്ട്, നല്ല മാറ്റുണ്ടല്ലോ. കറുകപ്പട്ടയിൽ ഉണ്ടാക്കിയത് അതുണ്ട്. കറുകപ്പട്ടയുടെ ഇല ഇതൊന്നും അല്ല, ഇതിനേൽ നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ. അതെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ പൊടിച്ച് വരണുള്ളോ 2 തൈകൾ, അത് ഒക്കെ പുഴു വരിച്ച് പോവുക. അത് അപ്പോൾ നമ്മുടെ ചക്കയുടെ റെഡിയായി. ഇത് ശരിക്കും തണുക്കുമ്പോഴാണ് നല്ല ഉറപ്പൊക്കെ വരിക. ഇപ്പോൾ ഒരു അല്പം ഉറപ്പ് കുറഞ്ഞ പോലെയാണ് ഇപ്പം ഇരിക്കുക. പിന്നെ ചക്ക ഇത്തിരി നന്നായിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കാം. നമുക്ക് ചക്കയുടെ സീസണിൽ ചക്ക ഇതേപോലെ വരട്ടി ഫ്രിഡ്ജിൽ നന്നായിട്ട് വരട്ടണം. നന്നായിട്ട് വരട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കലുവയൊക്കെ മുറിക്കാമെന്ന് പറയും. അങ്ങനെ പോലെ വരട്ടി എടുത്തിട്ട് അത് ചൂടാറുമ്പോൾ ശരിക്ക് തണുത്ത് കഴിയുമ്പോൾ നല്ല ടിന്നിൽ, പ്ലാസ്റ്റിക് ടിന്നിലൊന്നും ആക്കരുത്. ചില്ലുപ്പിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ ഡപ്പ പോലത്തെ ഇതിലേക്ക് നന്നായിട്ട് നെയ്യ് പരട്ടുക. പാത്രത്തിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ നന്നായിട്ട് നെയ്യ് പരത്തിയിട്ട് ഈ തണുത്ത ചക്ക വരട്ടിയത് അതിലേക്ക് ശരിക്കും ആക്കി അമർത്തി ഇതാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളൊന്ന് മിനുസപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് അങ്ങോട്ട് പരട്ടി ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് ഇതേപോലെ ചക്കയുടെ സീസൺ കഴിയുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് വാഴയിലയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. വാഴയിലയുടെ തല ഇങ്ങനെ ഒന്ന് നാലായിട്ട് 4 മൂലയും മടക്കി ഇതാക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ എന്നിട്ട് ചരിച്ച് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും.
അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ചക്കയട നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ചക്ക കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എനിക്ക് ചക്ക പൊടിഞ്ഞു തുടങ്ങി, ചക്ക അങ്ങനെ വാർന്നു വന്നു തുടങ്ങി. ഒരു കുഞ്ഞു പ്ലാവും തൈ വെച്ചാൽ അതിൽ 2-3 കൊല്ലമായിട്ട് ചക്ക ഈ 2 ചക്കയൊക്കെ ഉണ്ടായി കിട്ടും. അത് മണ്ണിലാണ് ഉണ്ടായി നിൽക്കുക. അപ്പോൾ ഇപ്പോൾ അതിൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലം ഞാൻ ചക്ക വരട്ടി വയ്ക്കും. വലിയ പ്ലാവുകളുണ്ട്. ചക്ക ഇത് കിട്ടിയാൽ മതി. വരട്ടിയൊക്കെ വരട്ടണത് ഞാൻ കാണിച്ചു തരാം. ചക്കയുടെ സീസണാവുമ്പോൾ വരട്ടത് കാണിച്ചു തരാം. ശരി, എല്ലാവരും ശ്രമിച്ചു നോക്കാം.